ജോലിയല്ലല്ലോ അവനിപ്പോ ചെയ്യുന്നത്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ഹെഡ് എന്ന നിലയിൽ അവന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്നാണ് ഞാൻ നിന്നോട് ചോദിച്ചത്. എനിക്ക് കുഴപ്പം തോന്നിയിട്ടില്ല. 2 ദിവസം കൊണ്ട് തന്നെ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിന്റെ മുഴുവൻ കാര്യങ്ങളും ധനുഷ് മനസ്സിലാക്കിയിട്ടുണ്ട്. 2-3 മാസത്തെ ഫയലുകളൊക്കെ വേണമെന്ന് രേണുകയോട് ചോദിക്കുന്ന കേട്ടു. രേണുക അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. ഓഫീസിൽ നടന്ന കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത്. ധനുഷിനെ നിങ്ങൾ വേർതിരിച്ച് കാണരുത്, നിങ്ങളെപ്പോലെ തന്നെ കാണണം. ഞാൻ ആരോടും ഒരു വിരോധവും മനസ്സിൽ വെച്ചിട്ടില്ല ചാ. പക്ഷേ നന്ദേട്ടനും സന്ദീപൊന്നും അങ്ങനല്ല. അവരെ നിനക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? അച്ഛൻ പറഞ്ഞിട്ട് അവർ കേൾക്കുന്നില്ല, പിന്നെ ഞാൻ പറഞ്ഞാൽ കേൾക്കൂ? ഓഫീസിൽ അവന്റെ പെരുമാറ്റവും ജോലിയോടുള്ള അവന്റെ ആത്മാർത്ഥത കൊണ്ടും വിശ്വസിക്കാൻ കൊള്ളാവുന്നവനാണ് അവനെന്ന് തെളിയിക്കേണ്ടത് അവൻ തന്നെയാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ധനുഷിനോടുള്ള നന്ദേട്ടന്റെയും സന്ദീപിന്റെയും ആറ്റിറ്റ്യൂഡില് മാറ്റം സംഭവിച്ചേക്കാം. അതുവരെ ഇങ്ങനെ തന്നെ പോട്ടെ. അല്ലാതെ ധനുഷിന് വേണ്ടി ഇപ്പം ഞാൻ എന്തെങ്കിലും പറയാൻ ചെന്നാല് അവർ രണ്ടുപേരും കൂടി എന്നെ കടിച്ചു കീറും. താലികെട്ട് ചടങ്ങിന് ഞാൻ പങ്കെടുത്തത് തന്നെ അവർക്ക് രണ്ടാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അവനെ വിശ്വസിച്ചൊരു ജോലി ഏൽപ്പിക്കാൻ സാധിക്കുമല്ലോ അല്ലേ? ഏറ്റെടുത്ത ജോലി അവൻ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. 2 ദിവസം കൊണ്ട് തന്നെ ഓഫീസിൽ കുറച്ചും കൂടെ അടുക്കും ചിട്ടയും വന്നിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നല്ലോ എന്നും അച്ഛന് പരാതിയുള്ള സ്ഥലം. ധനുഷിന്റെ ഇടപെടൽ കൊണ്ട് അത് നന്നാവുന്ന ലക്ഷണമുണ്ട്. അപ്പോ അവനെ വിശ്വസിക്കാം അല്ലേ? ഉം. 1 മാസം ഇങ്ങനെ പോട്ടെ. അവന്റെ പെർഫോമൻസ് നോക്കിയിട്ട് കമ്പനിയിലെ ചില പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ കൂടി അവനെ ഏൽപ്പിക്കാനാണ് എൻ്റെ തീരുമാനം. നീ എന്തു പറയുന്നു? എനിക്കൊരു എതിർപ്പുമില്ല. പക്ഷേ അങ്ങനൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് അത് നന്ദേട്ടനോടും സന്ദീപനോടും ഒന്ന് ആലോചിക്കുന്നത് നല്ലത്. ധനുഷിന്റെ കാര്യം ഞാൻ സംസാരിക്കുന്ന കേൾക്കാൻ പോലും അവർ തയ്യാറല്ല. പിന്നെന്തിനാ ഞാൻ അവരോട് ആലോചിക്കുന്നത്? കല്യാണത്തിന്റെ കാര്യം പോലെ അല്ല അച്ഛാ ഓഫീസിലെ കാര്യങ്ങൾ. അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് ഓഫീസിലെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് നന്ദേട്ടനാണ്. നന്ദേട്ടൻ പറയുന്നത് ഓഫീസിലെ അവസാന വാക്ക്. അതുകൊണ്ട് നന്ദേട്ടനോട് ചോദിക്കാതെ എന്തെങ്കിലും തീരുമാനിച്ചാ ചിലപ്പോൾ അത് നന്ദേട്ടന് ഇഷ്ടമായെന്ന് വരില്ല. ധനുഷിന്റെ പെർഫോമൻസ് കണ്ടിട്ട് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ അവനെ ഏൽപ്പിക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ അത് ഇപ്പോൾ വേണ്ട. ഹലോ മൂർത്തി, ആകെ പ്രശ്ന. ഇങ്ങനെ പോയാ കാര്യങ്ങൾ എന്റെ കയ്യിൽ നിന്ന് പോകും. എന്താ കാര്യം? ആ ശിവരാമൻ ഇവിടെ ഒന്ന് പ്രശ്നമുണ്ടാക്കി ആ കുഞ്ഞിനെ എടുത്തോണ്ടോ നോക്കി. അച്ഛനും അർച്ചനയൊക്കെ ചേർന്ന് അയാളെ പിടികൂടി. അയാള് എല്ലാവരുടെയും മുമ്പ് വെച്ച് സത്യം പറയാൻ തോന്നിയപ്പോ ഞാൻ അയാളെ തന്ത്രപൂർവ്വം അടിച്ച് പുറത്താക്കിയിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു. പക്ഷേ അയാൾ ഇനിയും വരും. അതിനു മുമ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവന്തിക പറഞ്ഞാൽ മതി. ഇനി അവൻ തിരിച്ച് നെല്ലിശ്ശേരിയിലേക്ക് വരരുത്. തീർത്ത് കളയണം. ഇന്ന് തന്നെ. എന്താന്ന് വെച്ചാ വേണ്ടതുപോലെ അങ്ങ് ചെയ്തേക്ക്. ഞാനിപ്പോ തന്നെ എന്റെ ആളുകളോട് അവനെ സ്കെച്ച് ചെയ്യാൻ പറയാം. അവന്തിക ധൈര്യമായിട്ടിരുന്നോ. ശിവരാമൻ ഇനി ഒരു ശല്യത്തിനും വരില്ല. ശരി, ഒരു നല്ല വാർത്തയ്ക്കായിട്ട് ഞാൻ കാത്തിരിക്കാം. സ്വന്തം നിലനിൽപ്പ് അപകടത്തിലാവും ഉറപ്പായാൽ ആരുടെ ജീവനും എടുക്കാം. അതില് തെറ്റൊന്നുമില്ല. പാവം ശിവരാമൻ. എന്തു ചെയ്യാം, എനിക്ക് വേറെ വഴിയില്ല. ശിവരാമന്റെ ആത്മാവ് എന്നോട് ക്ഷമിക്കട്ടെ. അത് തന്നെ എനിക്ക് മനസ്സിലാവാത്തത്. അച്ചുചേച്ചിയുടെ കയ്യിലുള്ള കുഞ്ഞാ അയാളുടെ കുഞ്ഞെന്ന് അയാൾക്ക് വ്യക്തമായിട്ട് അറിയാം. നിയമപരമായി ആ കുഞ്ഞിനെ അവർ അഡോപ്റ്റ് ചെയ്തതാണെന്നും അയാൾക്കറിയാം. സ്വന്തം കുഞ്ഞിനെ എടുത്തോണ്ട് രക്ഷപ്പെടാനാണ് അയാൾ ശ്രമിച്ചതെങ്കിൽ അയാൾ എടുത്തോണ്ട് പോകേണ്ടത് അച്ചുചേച്ചിയുടെ കുഞ്ഞിനെ അല്ലേ? അല്ല, അയാൾക്ക് ചിലപ്പോ കുഞ്ഞിനെ മാറിപ്പോയതാണെങ്കിലോ? മാറിപ്പോവാനോ?
അതെങ്ങനെയാ? കുഞ്ഞിനെ എടുത്തോണ്ട് പോകുമ്പോഴൊക്കെ എന്റെ കുഞ്ഞെന്ന് അയാൾ ഒരുപാട് തവണ പറയുന്നുണ്ടായിരുന്നു. അതിന് അയാളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. അയാളുടെ കുഞ്ഞ് വീട്ടിലുണ്ട്. അതിനെ തിരിച്ചു കിട്ടില്ലെന്നോ അയാൾക്കറിയാം. കുഞ്ഞിനെ തിരിച്ചു വേണ്ട, അച്ചുചേച്ചിനെയും സച്ചേട്ടനെയും കുഞ്ഞായിട്ട് വളർന്നോട്ടെ എന്ന് അയാൾ തന്നെയല്ലേ പറഞ്ഞത്? ദൂരെ നിന്ന് കുഞ്ഞിനെ ഒന്ന് കണ്ടാ മതി എന്ന് പറഞ്ഞിട്ടല്ലേ അച്ഛൻ അയാൾക്ക് ഇവിടെ ജോലി കൊടുത്തത്? നീ അയാളുടെ മാനസിക നിലയൊന്ന് മനസ്സിലാക്ക്. അയാളുടെ ഭാര്യ മരിച്ചു, കുഞ്ഞ് കയ്യിൽ നിന്ന് പോയി. പോയതല്ലോ, കൊണ്ട് കളഞ്ഞതല്ലേ. അതുകൊണ്ടല്ലേ ചേച്ചിക്ക് ആ കുഞ്ഞിനെ കിട്ടിയത്. ശരിയാണ്, പക്ഷേ അയാളൊരു മനുഷ്യനാണ്. എത്ര ശ്രമിച്ചാലും അയാൾക്ക് സ്വന്തം കുഞ്ഞിന്റെ അടുത്ത് വരാതിരിക്കാൻ പറ്റില്ല. അതായിക്കോട്ടെ, അങ്ങനെയാണെങ്കിൽ തന്നെ അയാൾ എടുത്തുകൊണ്ട് പോകേണ്ടത് ചേച്ചിയുടെ കുഞ്ഞിനെയല്ലേ? ഇവളെ എടുത്തോണ്ട് ഓടുമ്പോഴൊക്കെയുള്ള അയാളുടെ ഭാവം ഒന്ന് കാണുമായിരുന്നു. സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെടുമ്പോഴുള്ള ഒരു വെപ്രാളം അയാൾ കാണിച്ചത്. അത് മാനസിക നില തെറ്റിയ ഒരാള് അങ്ങനെ എന്തും ചെയ്യും. സന്ദീപം, ഇതങ്ങനെയല്ല. ഇതിനകത്ത് മറ്റെന്തോ ഉണ്ട്. എന്താ നിന്റെ സംശയം? എന്റെ മനസ്സിലെ സംശയം എന്താന്ന് പറയാൻ എനിക്കിപ്പോ അറിയില്ല. പക്ഷേ ഒന്നുറപ്പാ, അയാൾ മനഃപൂർവ്വം തന്നെയാ നമ്മുടെ മോളെ എടുത്തോണ്ട് പോയത്. അതൊരു മാനസിക രോഗിയുടെ പ്രവൃത്തിയൊന്നും അല്ല. അതിന് പിന്നിൽ എന്തോ ദുരൂഹതയുണ്ട്.